പ്രിയപ്പെട്ട RHTC കുടുംബാംഗങ്ങളെ, 21 വർഷത്തെ സുദീർഘമായ സർവീസ് അവസാനിപ്പിച്ച് ആരോഗ്യവകുപ്പിൽ നിന്നും ഇന്ന് പടിയിറങ്ങുന്ന ഷീബ സിസ്റ്ററിനെ കുറിച്ചുള്ള 2 സഹപ്രവർത്തകരുടെ സഹപാഠികളുടെ ഓർമ്മക്കുറിപ്പാണിത്. ഈ കൂട്ടുകാരിയെ ഞാൻ ആദ്യമായി കാണുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ വെച്ചാണ്. കാണുന്ന നിമിഷം തന്നെ ഒരു പ്രത്യേക സ്നേഹം ഈ കുട്ടിയോട് എനിക്ക് തോന്നിയിരുന്നു. കുട്ടിയെന്ന് പറയാൻ പറ്റില്ല. കുട്ടനാട് ചുങ്കം എന്ന നാടൻ ഗ്രാമത്തിലായിരുന്നു സിസ്റ്ററിൻ്റെ ജനനം. അച്ഛനായിരുന്നെങ്കിൽ പാടത്ത് പൊന്നു വിളയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടേശൻ ചേട്ടൻ, അമ്മയാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട രാജമ്മ ചേച്ചിയും. ഷീബ പഠിച്ചത് സെൻറ് ആനീസ് സ്കൂളിലായിരുന്നു. അതിനുശേഷം +2 SD കോളേജിൽ പഠിച്ചു. +2 അല്ല, അന്നത്തെ പ്രീ ഡിഗ്രി SD കോളേജിൽ പഠിച്ച ശേഷം DCOM എന്ന് പറയുന്ന ഒരു കൊമേഴ്സിൻ്റെ ഡിപ്ലോമ എടുത്തു. അതിനുശേഷം പുള്ളി വിവേകാനന്ദ സ്കൂളിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പുതുക്കുന്നതിന് വേണ്ടി ചെന്ന സമയത്താണ് ഒരു കൂട്ടുകാരിയെ അവിടെ വെച്ച് കാണുകയും നഴ്സിംഗ് പഠനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടുകയും ചെയ്തത്. നഴ്സിംഗ് പഠനത്തിൻ്റെ അന്നത്തെ അത് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ആ ദിവസം തന്നെ ചെല്ലുകയും SLCക്ക് അത്യാവശ്യം മാർക്കുണ്ടായിരുന്നതുകൊണ്ട് ANM കോഴ്സിന്, അതായത് JPHN കോഴ്സിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ കൂട്ടുകാരിയെ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. നഴ്സിംഗ് പഠന ശേഷം എല്ലാവരും അവരവരുടെ ജീവിത വഴികളിലേക്ക് തിരിഞ്ഞു പോകും. ഞങ്ങൾക്ക് PSCക്ക് വളരെയധികം താമസമുണ്ടായി. 10 കൊല്ലത്തിന് ശേഷമാണ് നമുക്ക് PSC വിജ്ഞാപനം ഉണ്ടായത്. അതിനിടയിലായിട്ട് എൻ്റെ വിവാഹം ആദ്യം കഴിഞ്ഞു. അതിനുശേഷം ഷീബയുടെ വിവാഹം നടന്നു. നല്ല ഒരു അക്കരയിൽ നിന്നായിരുന്നു ഒരു മാരൻ ഷീബയ്ക്ക് കിട്ടിയത്. എല്ലാവരുടെയും ആഗ്രഹം പോലെ ഷീബയാണെങ്കിൽ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠത്തി എന്നുള്ള രീതിയിലാണ് അവരുടെ കസിൻസും എല്ലാവരും കണ്ടിരുന്നത്. അങ്ങനെ ഷീബയെ വളരെ സന്തോഷകരമായ ഒരു അങ്ങനെ ഇരിക്കെയാണ് ഷീബയുടെ ജീവിതത്തിലേക്ക് നമ്മുടെ റോഷൻ ആഗതനായത്. ഷീബയുടെ മൂത്ത പുത്രൻ രാഹുൽ റോഷൻ. രാഹുലിന് ശേഷം പിന്നെ വന്ന 2 കുഞ്ഞുങ്ങളായിരുന്നു. ദൈവത്തിൻ്റെ നിധി പോലെ കിട്ടിയ ട്വിൻസ് ആയിരുന്നു അവർ. സാധാരണ ഇരട്ട കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു ഭാഗ്യം കൂടെ വന്നതുപോലെ ഷീബയ്ക്ക് PSC നിയമനമായി. ആ നിയമനത്തിന് ഒരുമിച്ച് എടത്വ PSCയിൽ പുള്ളിക്കാരൻ ജോയിൻ ചെയ്തു. ഞാൻ കുപ്പപ്പുറം PSCയിൽ ജോയിൻ ചെയ്തു. വളരെ സന്തോഷകരമായ നാളുകൾ. കുട്ടികളുടെ ഒരു വളർത്തുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ പോലും വളരെ സന്തോഷകരമായിട്ട് ആ ജോലി എന്ന് പറയുന്ന ഒരു ഭയങ്കര നീഡായിരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ആ ജോലി ചെയ്ത് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെ നമ്മുടെ 2009 കടന്നെത്തി. ആ 9 ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ നേരിട്ടത് കുപ്പപ്പുറം PSCയിലെ ആ ടീം അംഗങ്ങളെ നേരിട്ടത് കോളറ ഔട്ട്ബ്രേക്ക് ആയിരുന്നു. അന്ന് കൈനഗിരി സബ് സെൻറ്ററിലാണ് ഷീബ സിസ്റ്ററിൻ്റെത്. ആ കൈനഗിരി സബ് സെൻറ്ററിൻ്റെ നെടുന്തൂണായി നിന്ന് അവിടെ വരുന്ന മീറ്റിങ്ങുകൾ, പഞ്ചായത്തുമായിട്ട് ഏറ്റവും അടുത്ത നിൽക്കുന്ന ഒരു സബ് സെൻറ്റർ കൂടെയാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്ത് ശരിക്കും ഷീബ സിസ്റ്ററിൻ്റെ വാർഡിൽ തന്നെയായിരുന്നു ഒരു കോളറ വന്നത്. അതിനെ അവിടെ വെച്ച് തന്നെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഷീബ സിസ്റ്ററും അന്നുണ്ടായിരുന്ന JHI ഓമനക്കുട്ടൻ സാറ്, പിന്നെ നമ്മുടെ സൂപ്പർവൈസേഴ്സ് ഡോക്ടർ നവീൻ സാറ്, അപ്പോൾ ഇങ്ങനെ എല്ലാവരെയും നമ്മൾ ഓർത്തുപോവുകയാണ് ആ സമയത്ത്. അപ്പം അങ്ങനെ അതിനൊക്കെ സിസ്റ്ററിന് വളരെയധികം സാധിച്ചു. അത് സിസ്റ്ററിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സർവീസ് ഡയറിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു നല്ല ചിത്രമാണ്. അവിടെ ഞങ്ങൾക്ക് വളരെ സ്നേഹമയും സുന്ദരിയും ആയ ഒരു LHA ഉണ്ടായിരുന്നു, കുശല സിസ്റ്റർ. ഞങ്ങളോടൊപ്പം തന്നെ നിന്ന് ഞങ്ങളെ വളരെ ചേർത്ത് നിർത്തുന്ന ഒരു LHA ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ഫ്ലഡ് വന്നപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ ബോട്ടിൽ യാത്ര ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ബോട്ടല്ല, ചെറിയ ഇത് എന്തുവാ അതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ വള്ളം, വലിയ വെള്ളത്തിൽ, അതായത് ചെറിയ വെള്ളമൊന്നുമല്ല, വലിയ വെള്ളം, കെട്ടുവെള്ളം പോലത്തെ വെള്ളത്തിലാണെന്ന് എല്ലാ സ്ഥലത്തും മരുന്നുകൾ വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ വളങ്കടി എന്ന് പറയുന്ന രസമാണ്. ആ വളങ്കടിക്കുള്ള മരുന്നുകൾ വിതരണം ചെയ്യുകയും എല്ലാം ചെയ്യുന്നൊരു സമയം. ഈ സമയത്ത് നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ദേഹത്ത് അരണ വീണു. പക്ഷെ ഞാൻ അരണ എൻ്റെ ശരീരത്തിൽ വീണിട്ട് ഞാനത് ഇത് ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പേടിച്ചത് ഷീബയാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും ചെറിയ ചെറിയ പേടികളും കക്ഷിക്കുണ്ട്. എങ്കിൽ പോലും എല്ലാ സ്ഥലത്തും എത്തുകയും വള്ളത്തിലൊക്കെ കയറാൻ പേടിയുണ്ടെങ്കിൽ പോലും എല്ലാ സ്ഥലത്തും എത്തുകയും എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്ന ഒരാളായിരുന്നു ഷീബ സിസ്റ്റർ.
കുപ്പപ്പുറം PCയിലെ ജീവിതം എനിക്കും ലൗലിക്കും ഷീബയ്ക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒത്തിരി അനുഭവം നൽകുകയാണ്. നിങ്ങളെ ഇത് കൂടുതൽ പറഞ്ഞ് ഞങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. കഥകൾ ഇഷ്ടം പോലെ ഉണ്ട് പറയാനായിട്ട്. അത് ഒരു ദിവസം ഇരുന്ന് പറഞ്ഞാലും ഞങ്ങൾ തീരത്തില്ല. എപ്പോഴും സാജു സാറും ഓമനക്കുട്ടൻ സാറും എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ഈ കഥകൾ ഒരിക്കലും തീരുന്നില്ലേ എന്ന്. കുപ്പപ്പുറത്തുനിന്ന് നേരെ പുന്നപ്രയിലേക്ക്, അവിടെ നിന്ന് നേരെ പിന്നെ മലപ്പുറം ജില്ലയിലേക്കാണ് ഷീബ പോയത്. 2019 2019 പ്രത്യേകത നമുക്കറിയാമല്ലോ. കോവിഡ് വന്ന് നമ്മൾ നാശമായ ഒരു വർഷമാണ്. അതുപോലെ തന്നെ നാശമായെങ്കിലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കാനായിട്ട് അഹോരാത്രം പ്രയത്നിച്ച് അത് വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ച ഒരു വർഷം കൂടെയാണ്. അന്ന് ഷീബ മലപ്പുറം ജില്ലയിലാണ്. ഷീബയുടെ ശരിക്കും പറഞ്ഞാൽ ഷീബയുടെ ആ സമയത്ത് അവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെ മികച്ചതായിരുന്നെന്നും ഉള്ള റിപ്പോർട്ട് ഷീബയുടെ സഹപ്രവർത്തകരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആലപ്പുഴക്കാരല്ലേ, കടലിനോടും കായലിനോടും ഒക്കെ മല്ലിട്ട് വന്ന ആൾക്കാരാണ്. തീ കുരുത്തവർ വെയിലത്ത് വാടത്തില്ല സുഹൃത്തുക്കളെ. പിന്നീടാണ് താരം നമ്മുടെ RHTCയിൽ എത്തുന്നത് 2022. അങ്ങനെ നമ്മുടെ 2022 ഷീബ സിസ്റ്റർ ഇവിടെ എത്തി. 2022 മുതൽ 2026 വരെയുള്ള കാലഘട്ടം ഷീബ സിസ്റ്റർ ഏറ്റവും നന്നായിട്ട്, എനിക്ക് തോന്നുന്നു നല്ല ഷീബസിൻ്റെ സർവീസ് ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരു പിന്നെ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഈ ചെട്ടിക്കാട് തന്നെയാണ്. നല്ല കൃത്യനിഷ്ഠയുള്ള ജീവിതം, പ്രത്യേകിച്ച് ജോലിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഒരു പ്രകൃതമാണ് ഷീബയുടേത്. അപ്പം NQSന് ഉള്ള തയ്യാറെടുപ്പും അതിനോട് കാണിക്കുന്ന പ്രാധാന്യമെല്ലാം നമ്മൾ ശരിക്കും നമുക്കത് വളരെ വിസ്മയമായിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. മാത്രമല്ല ബുധനാഴ്ചത്തെ രാവിലത്തെ ഒരു പിക്ചർ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ്, ഷീബയുടെ മുഖത്തെ ഭാവം. അതായത് വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ. ആ സമയത്ത് മുഹസിൻ സാറ് ആണ് കാഷ്വാലിറ്റിയിലുള്ളെങ്കിൽ സാറ് വരുന്നതെന്ന് നോക്കി ഒരു നിപ്പുണ്ട്. അതിൽ വാക്സിൻ്റെ എക്സ്പയറി ഡേറ്റ്, ILRൻ്റെ ടെമ്പറേച്ചർ, അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ അലേർട്ടായിട്ട് ആ സമയത്ത് ഷീബയുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ പോലും ഷീബയ്ക്ക് വ്യക്തമായ ആൻസർ പറയാതെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും, പിന്നെ ഓരോ കുഞ്ഞുങ്ങളെ വാക്സിൻ എടുക്കുന്ന ഏറ്റവും ഹൃദ്യമായിട്ടൊരു കാര്യമാണ്. വാക്സിനേഷൻ എന്ന് പറയുന്നത് വളരെ മനോഹരവും ഉത്തരവാദിത്വവും അത് പബ്ലിക്കിനോടുള്ള ശരിക്കും പറഞ്ഞൊരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് ഓരോ വാക്സിനേഷനും. ആ വാക്സിനേഷൻ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന പരിഗണന, ആ കുത്തുന്ന ഓരോ കുഞ്ഞിനെയും പ്രത്യേകം ശ്രദ്ധിച്ചും അവരുടെ അമ്മയുടെ ഇമോഷൻസ് വരെ മനസ്സിലാക്കി വാക്സിൻ എടുക്കുന്ന ഒരു സിസ്റ്ററാണ് ഷീബ. അത് ശരിക്കും നമുക്കതൊരു മോഡലാണ്. ഷീബ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും വളരെ അധികം മോഡലായിട്ട് നമ്മളെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ഷീബ. ഈ RHTCയിൽ തന്ന സേവനങ്ങൾ എല്ലാം തന്നെ വിസ്മയാവഹമാണ്, വിസ്മരിക്കപ്പെടാനാവാത്തതുമാണ്. എന്തായാലും ഷീബയോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും ഇതിലേക്ക് വരാനും പിന്നെ ഓരോ മൊമെൻറ്റ്സും ഈ അവസാന നിമിഷം നല്ല കൂട്ടുകാരിയുടെ ഈ ജീവിതയാത്രയിൽ ഒന്നിച്ച് പോകാനായിട്ട് അല്ലെങ്കിൽ അവളുടെ കൂടെ ആകാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അങ്ങനെ നാളെ ഷീബ സിസ്റ്ററിൻ്റെ ജന്മദിനമാണ്. സിസ്റ്ററിനും എല്ലാവിധ ആശംസകളും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നേരുന്നു ഞങ്ങളെല്ലാവരും. അതുപോലെ തന്നെ സുദീർഘമായ ഈ 21 വർഷത്തെ സിസ്റ്ററിൻ്റെ സേവനത്തിന് ശേഷം മറ്റൊരു ജീവിതം, അതായത് ഒരു പുതിയ ക്യാൻവാസ്, നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങൾ അതിൽ പതിയട്ടെ, നല്ല നിമിഷങ്ങൾ പതിയട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു ജീവിതത്തിലേക്ക് പടികയറുന്ന ഷീബ സിസ്റ്ററിന് ഞങ്ങളുടെ RHTC ചെട്ടിക്കാടിൻ്റെ എല്ലാ ഹൃദയങ്ങളുടെയും നന്ദി, സ്നേഹവും എല്ലാ വിശ്വസും അറിയിക്കുന്നു.